ആ അമൽ ചെയ്താൽ ശരിയാവും. ഇപ്പം ഈ 17 മസ്അലകളിൽ ഖദീം എടുക്കാൻ ജദീദ് എടുത്തു, അമൽ സ്വഹിയാവും. പക്ഷെ ചിലപ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മതയും കുറച്ചുകൂടെ പ്രമാണം യോജിക്കുന്നതും അവിടെ ഖദീമായിരിക്കും. ഉദാഹരണം, 2 കൊല്ലത്തിലധികമുള്ള വെള്ളം. ഇപ്പം ഷാഫി മദ്ഹബിൽ ഒരു വെള്ളത്തിലേക്ക് നജസ് വീണാൽ അത് വെള്ളം നജസാകുമോ? ഇല്ലേ. ഷാഫി മദ്ഹബിൽ 2 തരത്തിൽ വെള്ളത്തെ തിരിക്കണമെന്നാണ്. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ നജസ് വീണാൽ തന്നെ നജസായി. 2 കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ 1.25 മുഴം നീളം, 1.25 മുഴം വീതി, 1.25 മുഴം ആഴം ഉള്ള ഒരു പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളുമോ അതാണ് 2 കൊല്ലത്ത്. അത് നമ്മൾ പള്ളിക്ക് വെക്കുന്ന ഈ വലിയ ഹൗദും ചെറിയ ഹൗദും ഉണ്ടാവും. ചെറിയ ഹൗദിൽ നിന്ന് കാലിയാക്കാൻ പറ്റുള്ളൂ, ഉണ്ടാക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടാവും. കാരണം അത് 2 കൊല്ലത്തില്ല എന്നാണ് പറയുക. അപ്പോൾ 2 കൊല്ലത്തിന് അതാണ് 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രം എടുത്താൽ ആ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളുമോ അതിനാണ് 2 കൊല്ലത്ത് എന്ന് ഓരോ കാലത്തുള്ളൊരു അളവാണത്. ഷാഫി അമ്മാൻ്റെ ആ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് കൊല്ലത്ത് എന്നുള്ളത്. അപ്പോൾ ആ 2 കൊല്ലത്തിൽ താഴെയാണ് വെള്ളമെങ്കിൽ അതിലേക്ക് നജസ് വീണാൽ തന്നെ ആ വെള്ളം അശുദ്ധമായി. ഇപ്പോൾ വലിയൊരു ബക്കറ്റിൽ പാത്രം ഉണ്ട്, അതിലേക്ക് കുട്ടികൾ ജസ്റ്റ് ഒന്ന് മൂത്രയിച്ചു, പക്ഷെ വെള്ളത്തിന് ടേസ്റ്റോ രുചിയോ മണമോ ഒന്നും മാറിയിട്ടില്ല, എന്നാലും ആ വെള്ളം നജസാണ് ഷാഫി മദ്ഹബനുസരിച്ച്. 2 കൊല്ലത്തിൽ മീതെയുള്ള അളവാണെങ്കിൽ അതിലേക്ക് നജസ് വീണത് കൊണ്ട് മാത്രം അശുദ്ധമാവുകയില്ല. അത് നിറമോ മണമോ രുചിയോ മാറ്റം വന്നെങ്കിലേ ആ വെള്ളം പ്രശ്നമുള്ളൂ. ഇല്ലെങ്കിൽ ആ വെള്ളം വുളൂ ചെയ്യാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പം അവിടെ 2 കൊല്ലത്തിൽ മീതെയാണെങ്കിലും ഈ പറയപ്പെട്ട വീക്ഷണത്തിൽ അതിൽ നിറം രുചി മാറണോ മാറണ്ടേ എന്നിടത്താണ് ഖദീമും ജദീദും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പം ഖദീം പ്രകാരം 2 കൊല്ലത്തിൽ അധികമാണെങ്കിൽ ഇതിന് ഈ 3-ൽ 1 മാറ്റം വന്നെങ്കിലേ, നിറം, രുചി, സ്മെല്ല്, ഇതിൽ ഏതെങ്കിലും മാറ്റം വന്നെങ്കിൽ മാത്രമേ ആ വെള്ളം നജസായി പരിഗണിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ നജസായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഖദീമായ അഭിപ്രായം. എന്നാൽ ജദീദ് ഇമാം ഷാഫി കുറച്ചുകൂടി കർക്കശമായ നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചത്. അപ്പോൾ അവിടെ ജദീദ് അല്ല എടുക്കുന്നത്, ഖദീമാണ് എടുക്കുന്നത്. അപ്പോൾ തോനുള്ള വെള്ളമാണെങ്കിൽ അതിലേക്ക് അല്പം നജസ് വീണാലും പ്രശ്നമില്ല, ആ വെള്ളം നജസായി പരിഗണിക്കേണ്ടതില്ല. അല്ല, ഷാഫി മദ്ഹബ് തന്നെയാണ്. സമസ്തയും ഷാഫി മദ്ഹബ് ബന്ധമൊന്നുമില്ല, അത് വേറെ. സമസ്തത്തിലൊന്നും വരൂല, അത് ഷാഫി മദ്ഹബില്ല, അശ്അരിയത്തുമില്ല, ഒന്നുമില്ല, അത് വേറെ സാധനമാണ്. ഇവിടെ ഷാഫി മദ്ഹബ് എന്ന് പറയുമ്പോൾ സമസ്തക്കാരൊന്നുമില്ല, നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഓലൻ്റെ ആൾക്കാർ നടക്കണമെന്നല്ലാതെ അതിലേക്ക് മാഫി മദ്ഹബാണ്, എനിക്ക് ഒരു മദ്ഹബും ഇല്ല, തോന്നിയതാണ്ട് മദ്ഹബായി കൂട്ടുക എന്നല്ലാതെ വേറൊന്നുമില്ല. അവിടെ നിന്നൊക്കെ വിട്ടേക്കണതൊക്കെ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ഇന്നതൊന്നുമില്ല. അശ്അരിയത്തും ഇല്ല, അശ്അരിയത്തും സമസ്തയും യാതൊരു ബന്ധവുമില്ല, അത് വേറെ. അതേപോലെ ഷാഫി മദ്ഹബ് ഏറ്റവും ബന്ധം. ഷാഫി മദ്ഹബ് പൂർണ്ണമായി അതേപടി പാലിച്ചാൽ തന്നെ 90% വ്യത്യാസം തീരും നമ്മളായിട്ടുള്ളതൊക്കെ. അപ്പം ഷാഫി മദ്ഹബ് ഒന്നും അല്ല, അതിൽ തന്നെ വളരെ പിൽക്കാലക്കായ ചില ആളുകളുടെ ചില കൗലുകളൊക്കെയാണ് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്തു പോകണേ. എന്താണോ ആവശ്യം അതിനൊപ്പിച്ച് എവിടുന്നാണോ കിട്ടുക അതെടുക്കുക, അതും വളരെ പിൽക്കാലക്കാരുത്. അതാണ് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ. അത് നമുക്ക് ഷാഫി മദ്ഹബിൻ്റെ പേരിൽ അങ്ങനെ വെച്ചിട്ടാൻ പറ്റില്ല. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ കുറേ കിതാബുകൾ കാണും. നബിമാവൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ ഇതിനൊപ്പം ഈ പറഞ്ഞപ്പോൾ മിൻഹാജ്, അതിനിപ്പോൾ നമ്മൾ നൂറ്റിച്ചില്ലാനും ഷറഹുണ്ടല്ലോ, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നൂറ്റിച്ചില്ലാനുമുണ്ട്. അതൊക്കെ വളരെ പിൽക്കാലക്കാർ പിന്നെ ഇങ്ങനെ വ്യാഖ്യാനത്തിൽ എഴുതി പോരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മസ്അല എടുക്കുമ്പോഴും അതിന് ഒരുപാട് അഭിപ്രായം പറയും. ഖീല വക്കീല വക്കീല, അങ്ങനെ പറയപ്പെട്ടു അങ്ങനെ പറയപ്പെട്ടു, കൗലുണ്ടാവും, മദ്ഹബിൽ കൗലുണ്ടാവും. അവിടെയൊക്കെ അവനാർക്ക് ഏതാണോ കൂടുതൽ സൗകര്യം അത് നോക്കി ആ കൗലെടുത്തിട്ട് അമൽ ചെയ്യുക, എന്നിട്ട് ഷാഫി മദ്ഹബ് പറയും ചെയ്യുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ചോദിച്ചാൽ കിതാബിലുണ്ടാവും, ചോദിച്ചാൽ ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും ഇല്ലാതെക്കൂല. ഒരു കിതാബിലും ഇല്ലാത്ത മൗലവിമാർ പറയില്ല, അത് ശരിയാണ്. മൗലവിമാർ ഒരു കിതാബിലും കാണാത്ത പറയില്ല. പക്ഷെ ആ കിതാബ് അവലംബിക്കാൻ പറ്റിയില്ലാണോ, സ്വീകാര്യയോഗ്യമാണോ, ആ അഭിപ്രായം ശരിയാണോ, അതൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ മാനദണ്ഡമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എവിടെയെങ്കിലും ഒന്നും ഉള്ളതേ സാധാരണഗതികളൊക്കെ പറയുള്ളൂ. അത് എവിടെയെങ്കിലുമൊക്കെ ഒരു കീഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, അത് വെച്ചിട്ടാണ് ഒരു പറയുക. അപ്പോൾ അവിടെയൊക്കെ അവനാന് സൗകര്യപ്പെട്ട് എടുക്കുക എന്നത് ഒരിക്കലും മദ്ഹബ് അംഗീകരിക്കുന്ന രീതിയല്ല. മദ്ഹബിൽ 3 വീക്ഷണമുണ്ടെങ്കിൽ ആ 3-ൽ ഏതെടുക്കണം അതിന് കൃത്യമായ നിയമമുണ്ട്. വീക്ഷണം പലതും ഉണ്ടാകാം, വ്യത്യസ്ത വീക്ഷണങ്ങൾ വരുമ്പോൾ ഏതിനെയാണ് മുന്തിക്കേണ്ടത് അത് കൃത്യമായ നിയമമുണ്ട്. ഇപ്പോൾ ഒരു ഷാഫി മദ്ഹബിൽ വ്യത്യസ്ത അഭിപ്രായം വന്നാൽ നവവി ഇമാമും റാഫി ഇമാമും കൂടി യോജിച്ച് പറഞ്ഞ അഭിപ്രായം ഏതോ അതാണ് എടുക്കേണ്ടത്, അല്ലാത്ത ഒഴിവാക്കണം എന്നാണ്. അവർ തമ്മിൽ വീക്ഷ വ്യത്യാസമുണ്ടെങ്കിൽ നവവി ഇമാം പറഞ്ഞാണ് സ്വീകരിക്കേണ്ടത്, അപ്പോൾ റാഫി ഇമാം പറഞ്ഞ് സ്വീകരിക്കൂല. അങ്ങനെയൊക്കെ നിയമങ്ങൾ ഷാഫി മദ്ഹബിലുണ്ട്. അല്ലാതെ ഇമാം റാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിട്ട് പോകാൻ പറ്റൂല. അതിനെതിരെ ഇമാം നവവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഫി ഇമാമിൻ്റെ അഭിപ്രായം അല്ല അവിടെ ശരി, പകരം നവവി ഇമാമിൻ്റെ അഭിപ്രായമാണ്
ശരി. അതൊക്കെ ഇതിനനുസരിച്ച് ചെയ്യും. ഖദീമു ജദീദ് അനുസരിച്ച് അവർ പറയുള്ളൂ. ദലീൽ വേറെ, അത് അപ്പുറത്ത്. ഞാൻ വെച്ചാൽ മദ്ഹബിൽ മുന്തിക്കപ്പെടേണ്ടത് ഏത്? മദ്ഹബിൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഏതിനെ മുന്തിക്കണം എന്നിടത്ത് മറ്റു ഇമാമിങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു, നബവിയും റാഫിയും ഒരു ഭാഗത്ത് നിൽക്കുന്നു എങ്കിൽ മറ്റുള്ള എല്ലാവരും ഒഴിവാക്കി നബി ഇമാമും റാഫി ഇമാമും ഒത്തതിനെയാണ് സ്വീകരിക്കുക. അതാണ് ഷെയ്ഖാനി പറഞ്ഞത്. ഷെയ്ഖാനി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി വേറെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് അവിടെ ഒന്നാമത്തെ അഭിപ്രായം. അവർ തമ്മിൽ രണ്ട് വീക്ഷണത്തിലാണ് എങ്കിൽ അവിടെ നബി ഇമാമിന്റെ അഭിപ്രായത്തിലാണ് മുൻതൂക്കം. അപ്പോൾ റാഫി ഇമാമിന്റെ അഭിപ്രായം എടുക്കാൻ പറ്റൂല, നബി ഇമാമിന്റെ അഭിപ്രായമാണ് എടുക്കുക. ഇവർക്ക് രണ്ടാക്കും അഭിപ്രായം ഇല്ലെങ്കിൽ മാത്രമാണ് അപ്പുറത്തേക്ക് പിന്നെ നോക്കേണ്ടത്. അപ്പം അങ്ങനെ മദ്ഹബിൽ ഒരു കിതാബിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് അത് വെച്ച് ഫത്വ കൊടുക്കാനൊന്നും മദ്ഹബിൽ വകുപ്പില്ല. ഏതാണ്ട് ഒരേ കാലമല്ല, എന്നാലും ഏകദേശം ഒരേ കാലക്കാരാണ്. അപ്പം മദ്ഹബിൽ ഉണ്ട്, ഒരു കിതാബ് കണ്ടു എന്ന് കരുതിയിട്ട് ഒരു ചോദ്യം വരുമ്പോഴേക്ക് അത് പ്രകാരം ഫത്വ കൊടുക്കാനോ ഉത്തരം പറയാനോ ഒന്നും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് വകുപ്പില്ല. ഇതൊക്കെ വെച്ചുകൊണ്ടേ പറയാവൂ. അതുകൊണ്ട് ഫത്വയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മിൻഹാജും നമ്മുടെ വ്യത്യാസം പറഞ്ഞത്. മിൻഹാജ് ഫത്വയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. ഫത്വ നൽകുന്ന ആളുകൾക്ക് സഹായകമായി കൊണ്ട് ഫത്വ കൊടുക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് മിൻഹാജ്. അതുകൊണ്ടാണ് മിൻഹാജിന്റെ മുഴുവൻ പേര് തന്നെ മിൻഹാജു ത്വാലിബീൻ വഉംദത്തുൽ മുഫ്തീൻ എന്നാണ്. വഉംദത്തുൽ മുഫ്തീൻ, ഫത്വ നൽകുന്നവരുടെ അവലംബം. മിൻഹാജു ത്വാലിബീൻ, അറിവന്വേഷിക്കുന്ന ആളുകൾക്കുള്ള മിൻഹാജ്, അവർക്കുള്ളൊരു വിളക്കുമാടം അല്ലെങ്കിൽ അവർക്കുള്ളൊരു വഴി. വഉംദത്തുൽ മുഫ്തീൻ, ഫത്വ നൽകുന്ന മുഫ്തിമാർക്കുള്ള അവലംബം. ഇത് ഫത്വ നൽകാൻ ഷാഫി മദ്ഹബ് അടിസ്ഥാനമാക്കി ഫത്വ നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, മുഫ്തിമാർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ കിതാബാണ് മിൻഹാജ്. അതുകൊണ്ടാണ് അതിൽ അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടത്. ഇനി ഇത് അടിസ്ഥാനമാക്കിയാണ് പിന്നെ വന്നവരൊക്കെ കിതാബ് എഴുതിയിട്ടുള്ളൂ. അതിന് ശേഷം വന്ന ഷാഫി മദ്ഹബ് കിതാബുകളൊക്കെ മിക്കവാറും മിൻഹാജിൽ നിന്നാണ് പിന്നീട് വരുന്നത്. ഫിഖ് കിതാബല്ല. റിയാദുസ്സാലിഹീൻ ആളുകൾക്ക് സ്വഭാവം നന്നാക്കാനും അദ്കാർ വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടി കുറച്ച് ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് നബി ഇമാം എഴുതിയ കിതാബാണ്. അത് ഫിഖ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതേ അല്ല. അത് സ്വാലിഹീങ്ങളായ ആളുകളെ പൂന്തോട്ടം എന്നാണ് കിതാബിൻ്റെ അർത്ഥം തന്നെ, റിയാദുസ്സാലിഹീൻ. അപ്പോൾ ഒരാൾക്ക് സ്വാലിഹായി ജീവിക്കാൻ ആവശ്യമായ സ്വഭാവം, സംസ്കാരം, അദബുകൾ, മര്യാദകൾ, അതേപോലെ അദ്കാർ, പിന്നെ ദുആകൾ, ഇങ്ങനെയുള്ളതൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റാവുന്നതൊക്കെ പല ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കിതാബ് ഉണ്ടാക്കി. അതാണ് റിയാദുസ്സാലിഹീൻ. അത് ഇങ്ങനത്തെ ഒരു ഈ കർമ്മശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഗ്രന്ഥം അല്ല. ഇത് രണ്ടും രണ്ട് ലക്ഷ്യത്തിൽ എഴുതപ്പെട്ടതാണ്. ഒന്ന് മുഹല്ലബിന് വ്യാഖ്യാനം എഴുതിയതാണ്. അതുകൊണ്ട് അതൊരു എൻസൈക്ലോപീഡിയ പോലെ അതിൽ വന്ന എല്ലാ മസലയും അതിൽ ദലീലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള, അത് അത്രയും വലിയ പണ്ഡിതന്മാർക്ക് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഫത്വ നൽകുന്ന ആളുകൾക്ക്, മുഫ്തിമാർ, ഖാദിമാർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ അധികം ഉപയോഗിക്കുക മിൻഹാജാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഖാദിമാർക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് അവരെങ്ങനെ മറുപടി പറയും, അതിന് അവലംബിക്കേണ്ടത് മിൻഹാജാണ് അധികം കൊടുക്കുക. ഈ മിൻഹാജ് വായിച്ച് മനസ്സിലാവില്ലെങ്കിൽ മിൻഹാജിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉണ്ടാവും. മഹല്ലി പോലെ, തുഹ്ഫ പോലൊക്കെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇതിന് വ്യാഖ്യാനങ്ങളായി പിന്നീട് എഴുതപ്പെട്ടവയാണ്. അപ്പോൾ ഒരു പക്ഷേ മിൻഹാജ് ചിലപ്പോൾ ആ ഒരു മസാല ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ അസ്ലേ ഉണ്ടാവുള്ളൂ, അത് ഏറ്റവും എസൻസ് ഉണ്ടാവും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്ത വഴിയിലേക്ക് പിന്നീട് അതിനെ പിന്നെ ഉപയോഗിച്ച് കൊണ്ടുകൊണ്ടിരും. അത് തൊട്ട് ശേഷം വന്ന വ്യാഖ്യാതാക്കൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പം ഇവരൊക്കെ ഇന്നൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഖാദിമാർ, ഉസ്താദന്മാർ, അവരൊക്കെ ചെയ്യാൻ ഒരു അള്ളാഹിനെ പേടിയുള്ള ഇതൊരു സൂക്ഷ്മത പാലിക്കുന്ന ആളാണെങ്കിൽ അവരോട് ഒരു മസലകൾ ചോദിക്കാൻ വന്നാൽ അവർ ചെയ്ത് ഒന്നുകിൽ അവർ മിൻഹാജിലേക്ക് മടങ്ങും. ഇനി അല്ല അതിന് കഴിയാത്തതാണെങ്കിൽ മഹല്ലി എടുക്കും. മിൻഹാജിന്റെ വ്യാഖ്യാനമാണ് മഹല്ലി. എല്ലാ ദിവസവും പൊതു കിതാബാണ് മഹല്ലി. അപ്പം മഹല്ലി എന്താ പറഞ്ഞത് നോക്കും, അതിൽ തുഹ്ഫയിലേക്ക് നോക്കും. ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫ, അതൊക്കെ ഈ മിൻഹാജ് അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അപ്പം അതിലൊക്കെ നോക്കിയാൽ സുഖിച്ചാൽ ഒറ്റയടിക്ക് ആ മസലകൾ കിട്ടും. വേറെ തെളിവ് മറ്റൊന്നും അവിടെ നോക്കേണ്ട ഒരിക്കലും ആവശ്യവുമില്ല. ആ മസല ഉണ്ടാകും. അങ്ങനെ വിഷയമുണ്ടായി എന്താ ചെയ്യേണ്ടത്, അപ്പം അത് പ്രകാരം പറഞ്ഞെടുക്കുക, കിതാബ് എങ്ങനെയുണ്ട്, അതുകൊണ്ട് അത് പ്രകാരം ചെയ്യാം എന്ന് പറയും. ഇനി അതിൻ്റെ വ്യാഖ്യാനം, തുഹ്ഫയുടെ വ്യാഖ്യാനങ്ങൾ വേറെ വരും. ഷർവാനി പോലെ ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് വരും. ഇങ്ങനെ പിന്നീട് വന്ന ഗ്രന്ഥങ്ങളൊക്കെയും മിക്കവാറും വന്നത് മിൻഹാജിൽ നിന്നാണ്. ഷാഫി മദ്ഹബിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒട്ടുമിക്ക ഫിഖ്ഹി ഗ്രന്ഥങ്ങളും എല്ലാം അവസാനം ചെന്നെത്തുക ഈ മിൻഹാജിലേക്കാണ്, അല്ലാതെ സ്വതന്ത്രമായി വന്നതല്ല. 5 കിതാബാണ് അസ്ലിയായിട്ട് ഷാഫി മദ്ഹബിൽ മൊത്തത്തിൽ വരിക. പോലെ ഉള്ള 5 ഗ്രന്ഥങ്ങൾ, അതിൽ ഒന്നാണ് പ്രധാനപ്പെട്ട, ഒന്നിൽ നിന്നാണ് പിന്നീട് ഈ മിൻഹാജ് ഒക്കെ
ഉണ്ടായി വന്നത്. ആ മിൻഹാജിൽ നിന്നാണ് ബാക്കിയെല്ലാം പിന്നീട് അതിൽ നിന്ന് ഫർആയി, അത് ശാഖകളായി പിന്നീട് പിരിഞ്ഞ് പോന്നിട്ടുള്ളത്.